കാറ്റത്തി കിളിക്കൊള്ളി പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ നിധി ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷ് അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ നിധിയാണെങ്കിൽ മുഖത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സുഭാഷ് ഏട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ നിധി പോയിട്ടാണെങ്കിൽ ഡ്രസ്സൊക്കെ കഴിയാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട് നിധി എടുത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ഇന്നലെ രണ്ടുപേരും പോയിട്ട് വന്നിട്ട് പിന്നെ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നൊന്നും ചെയ്യുന്ന കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അത് ഏട്ടത്തി നിങ്ങൾ ഇന്നലെ പുറത്ത് പോയില്ലേ, പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധി വളരെ ഒന്നുമില്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നമ്മളെ നിധി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നിധി ആണെങ്കിൽ തുണിയൊക്കെ കഴുകി തീർന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, നിധി അത് അറിയാതെ പറ്റിപ്പോയതാ, അത് പല സാഹചര്യങ്ങളിലായപ്പം അങ്ങനെ പറ്റിപ്പോയതാ, എൻ്റെ അടുത്ത് ക്ഷമിക്കുക സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ചതി മനസ്സിൽ വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്, എന്തായാലും നിങ്ങളെ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല, അവർ അറിയാതിരിക്കുന്നത് നല്ലത്, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എൻ്റെ മുമ്പിൽ വരാനൊരു മനസ്സിനൊരു സങ്കടവും കാര്യങ്ങളും ആയിരിക്കും, അത് കാരണം ഈ വീട്ടിലുള്ള ആരും അറിയേണ്ട, ഞാനും ആരുടെ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ എൻ്റെ മേലെ എൻ്റെ മുമ്പിൽ വന്ന് പോകരുത്, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന് പോരുന്നൊക്കെ നമ്മൾ നിധി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷ് നിധി എടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ലൈസൻസ് എടുക്കണ്ടേ, അതിനുള്ള എല്ലാ വഴികളും ഞാനൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ചോദിക്കണോ ഇനി അതിനി എന്തൊക്കെ ഫ്രാഡത്തിലാണ് ചെയ്ത് വെക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ നിധി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചത് ആ രീതിയിലാണല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്താ പിന്നെ പറയേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നിധി അങ്ങ് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നിധി ഓഫീസിൽ പോകാനൊക്കെ റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി ഇന്ന് ഓഫീസിൽ ഇപ്പോൾ എത്ര ലേറ്റായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിലൊരു മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാവരും ലേറ്റായിട്ടേ വരത്തുള്ളൂ, അതുകൊണ്ടാണ് ലേറ്റായിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധി എടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പോസ്റ്റ്മാൻ വരുന്നുണ്ട്. അപ്പം പോസ്റ്റ്മാൻ വന്നിട്ട് അപ്പം നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്തിപ്പോൾ പോസ്റ്റ്മാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അത് നിധിക്കൊരു ലെറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നു എനിക്കെന്ന് പറഞ്ഞിട്ട് നിധി പോയി മേടിക്കുന്നുണ്ട് കേട്ടോ. മേടിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മളെ നിധിയുടെ ആധാർ കാർഡ്, അപ്പോൾ നിധി അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഹസ്ബൻഡിൻ്റെ പേരിൻ്റെ സ്ഥലത്ത് നമ്മൾ സുധീഷിൻ്റെ പേരും നിധി സുധീഷ് എന്ന് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിധിക്കാണെങ്കിൽ ഒന്നും കൂടെ ദേഷ്യം കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ഇത് വീണ്ടും ഓരോന്ന് തന്നെ ഈ സുധീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാണാൻ നിധിക്ക് ദേഷ്യം വരുമ്പോൾ സുധീഷ് പറയുന്നത്, അയ്യോ നിധി അത് വേറൊന്നും കൊണ്ടല്ല, നിധിക്ക് ലൈസൻസ് എടുക്കണ്ടേ, അപ്പം അതിന് ഒരു അഡ്രസ്സ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ എന്തായാലും ഡിവോഴ്സിന് കൊടുത്തിരിക്കുമല്ലോ, അപ്പോൾ വേണേൽ നിധി പേരൊക്കെ മാറ്റിക്കോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യം നിധി അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നികേഷ് ആണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ നിന്ന് നിപ്പിലെ ആളെ മാറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് ആണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവൾ പിന്നെ പേരൊന്നും മാറ്റത്തില്ലല്ലോ, എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ജീവിക്കുമല്ലോ, അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ച് ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ ഓഫീസിൽ പോകുന്നുണ്ട്. അവിടെ ആണെങ്കിൽ നമ്മൾ സിദ്ധാർത്ഥും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ നിധിയുടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നിധി കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ നീതുവിനെ ഹരീഷിനെ. ഇപ്പം നീതു ഹരീഷാണ് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഫോൺ വിളിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നീതു തന്നെ പറയുന്നുണ്ട്, എന്തായാലും സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി നമ്മളെ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2 വർഷം ആവട്ടെ, ആ സമയത്ത് എൻ്റെ PGയുടെ കോഴ്സൊക്കെ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.